നമ്മൾ ഈ മർമ്മപ്രയോഗങ്ങളൊക്കെ ചെയ്യുമ്പോഴേ പൊതുവെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് മർമ്മത്തിന്റെ അളവുകളെ കുറിച്ച് പറയാറുണ്ട്. ചില മർമ്മങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൂക്ഷ്മ മർമ്മങ്ങളായിരിക്കും. അതായത് നമ്മുടെ ഈർക്കിലി മുനച്ചിട്ട് അങ്ങനെ കുത്തുന്ന ഒരു ഇതില്ല, നമുക്ക് സൂചിയുടെ വലുപ്പമുള്ള അത്യപൂർവമായ മർമ്മങ്ങൾ അങ്ങനെ ഉണ്ട്. പണ്ടൊക്കെ നമ്മുടെ ഗുരുക്കന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈർക്കിലിക്ക് കുത്തി ഇട്ടു എന്നൊക്കെ, അതൊക്കെ വളരെ നമുക്ക് കേൾക്കാൻ അന്നൊക്കെ നമ്മൾ വിശ്വസിക്കുമായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ പഠിച്ചു വരുമ്പോൾ അതിലേക്കൊന്നും നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തതായിട്ട് മനസ്സിലായിട്ടുണ്ട്. കാരണം സൂചി പോലുള്ളൊരു അദ്ദേഹത്തെ ഭാഗത്ത് കുത്തണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളായിരിക്കും അതിനകത്ത് വരിക. ഇനി അതിനകത്ത് ഈ നെല്ലളവ്, പയറളവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ അളവുകൾ എന്ന് പറഞ്ഞിട്ട് നെല്ലെന്ന് പറഞ്ഞപ്പോൾ ഇവിടെയുള്ള മർമ്മമുണ്ട്. അപ്പൊ ആ മർമ്മത്തിൽ ഇത് ഒരു നെല്ലളവാണ്. ഒരു നെല്ലിങ്ങനെ ഇങ്ങനെ ഈ ക്രോസ് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ഇടിച്ചാൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, പറ്റില്ല, ഇവിടെ പറ്റില്ല. അപ്പൊ ഇവിടെ ആ നെല്ലളവിൽ കൊടുക്കാൻ അത് എത്ര മാത്രം, ഏത് സമയമാണ് ആക്റ്റീവ് ആയിരിക്കുന്നത്, പാസീവ് ആയിരിക്കുന്നത് എന്നെല്ലാം നോക്കിയിട്ട് നമുക്ക് അവിടെ അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ കോംപ്ലിക്കേഷൻ നമ്മൾ ആലോചിച്ച് നോക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈ മെയ്പൈറ്റൊക്കെ പഠിച്ചതിന് ശേഷം ആദ്യം വലിയ വടിക്ക് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ പന്തീരാൻ വീശാനും അല്ലെങ്കിൽ നമ്മൾ അടിക്കാനൊക്കെ പഠിച്ച് പിന്നെ ഇതിന്റെ അളവ് കുറഞ്ഞ് വന്നിട്ടാണ് മെറ്റലായിട്ടുള്ള ആയുധങ്ങളിലേക്ക് നമുക്ക് സാധാരണ പോവാം. അപ്പൊ കുറച്ച് സൂക്ഷ്മത വരും. ഇപ്പൊ വടിക്കടിച്ച ഒരു ചതവേ ഉണ്ടാവുള്ളൂ, പക്ഷെ കത്തിക്ക് കുത്തിയാൽ നമുക്കറിയാം, അല്ലെങ്കിൽ വാളിന് വെട്ടി നമുക്കറിയാം വലിയ അപകടം ഉണ്ടാവും. അപ്പൊ ഇതൊന്ന് എക്സ്പേർട്ട് ആയതിനു ശേഷം അങ്ങനെ കൊടുക്കാനുള്ള കാരണം ഇതാണ്. ചതവിനുള്ള മരുന്നുകൾക്ക് ഗുരുക്കന്മാർക്കൊക്കെ അറിയാവുന്നതുകൊണ്ട് അവരെന്ത് ചെയ്യും, ആ മരുന്നൊക്കെ ഇട്ട് അവരെ സുഖപ്പെടുത്തി എടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് മർമ്മങ്ങൾ വരുന്നത്. അപ്പൊ ഈ മർമ്മങ്ങൾ എന്തുകൊണ്ട് പ്രയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. 2-3 കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞത്. ഒന്ന്, ആളവിടെ നിന്ന് തരണം. മാറിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതൊരു പരീക്ഷണമായിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നുണ്ട്. 2, കൈക്ക് ഉണ്ടാകുന്ന, വിരലുകൾക്ക് ഉണ്ടാകുന്ന ബലം. അതുപോലെ മുദ്രകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് മുദ്രകൾ, ഇപ്പൊ യോഗയിലെ പോലെ ഡാൻസിലെ പോലെ ഒരുപാട് മുദ്രകൾ ഇതിനകത്തുണ്ട്. പക്ഷെ ഈ മുദ്രകളൊന്നും തന്നെ എത്രമാത്രം പ്രാക്ടിക്കൽ ആണെന്ന് നമ്മൾ ചെയ്ത് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അതെല്ലാം നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ചില മുദ്രകളിൽ കൈകൾ ഇങ്ങനെ പിടിക്കുന്ന മുദ്രകളുണ്ട്. ഇങ്ങനെ ഉണ്ടോ? ഈ മുദ്രകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എത്ര ബലമുള്ള ആൾക്ക് നമ്മൾ ഈ തള്ളവിരൽ കൊണ്ട് ഇടിച്ചാൽ അപകടം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇങ്ങനെ ഇത്തരത്തിൽ മുദ്ര പിടിക്കുന്നുണ്ട്. ഇങ്ങനെ ഇതിനകത്ത് നോക്കേണ്ടത്, ഈ വിരലിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഈ വിരൽ. എന്നിരുന്നാൽ കൂടി ഈ നടുവിരലിന് ബലക്കുറവായതുകൊണ്ട് ഇത് ഒടിയാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇതിൽ കുറച്ചുകൂടെ സേഫാണ് നമ്മൾ ഇങ്ങനെ പിടിക്കുന്നത്. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്, തള്ളവിരലെന്ന് പറയുന്നത് ഇതിന്റെ അടിയിൽ കൃത്യമായിട്ട് ഇങ്ങനെ, ഇത് മാക്സിമം ഒരു കൊക്ക് തല കൂമ്പിയ പോലെ, മനസ്സിലായ കൊക്ക് തല കൂമ്പിയ പോലെ നമുക്ക് മനസ്സിലാവും. അതിന് സപ്പോർട്ടീവായിട്ട് ഈ കൈ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബലം കിട്ടും. അത് പ്രയോഗിക്കേണ്ട സ്ഥലങ്ങളുണ്ട്, പ്രയോഗിക്കേണ്ട സമയമുണ്ട്, അളവുകളുണ്ട്. ഇപ്പൊ ഇവിടെ ഒരു നെല്ലളവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്രയോഗിക്കാൻ കിട്ടത്തില്ല. കാരണം ആൾ മൂവ് ചെയ്യുന്നതുകൊണ്ട് ഒരു കാരണവശാലും കിട്ടത്തില്ല. കിട്ടിയാൽ നല്ലതാണ്, പക്ഷെ കിട്ടത്തില്ല. അപ്പൊ ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് നമ്മൾ, അപ്പൊ മർമ്മ എന്നുള്ളതല്ല പ്രധാനം. മർമ്മത്തിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് എത്രമാത്രം ഫോക്കസ് ഉണ്ടാകണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഈ തമ്പിന്റെ ഒരു ഇത്രയും അകലമുണ്ട്. ഈ അകലം എന്ന് പറയുന്നത് നമ്മൾ പണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, കോട്ടയം ജില്ലയിലൊക്കെ ഇനി ചുണ്ടങ്ങ എന്നാണ് പറയുന്നത്. ചുണ്ടങ്ങ, ചെറിയ ചുണ്ട, പുത്തരി ചുണ്ട എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ സാധനങ്ങൾ ചെറിയ നൂലുകളിൽ കെട്ടിയിടും. എന്നിട്ട് ഇങ്ങനെ ഇടിക്കുമ്പോൾ അത് മൂവ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ അതിനകത്തൊക്കെ ഒഴിഞ്ഞു മാറിയൊക്കെ ആയിരുന്നു പണ്ട് നമ്മുടെ പഴയ ഗുരുക്കന്മാരൊക്കെ ചേരുന്നത്. അതിപ്പോൾ ഫുട്ബോളിന്റെ വലുപ്പത്തിൽ ആദ്യം പല ഇതിൽ ചെയ്ത് നമ്മൾ അറ്റാക്ക് ചെയ്ത് പഠിച്ചതിന് ശേഷം ഫുട്ബോളിന്റെ വലിപ്പം കുറച്ചുകൊണ്ട് ക്രിക്കറ്റ് ബോളിന്റെ വലുപ്പമാക്കി അവിടുന്ന് വീണ്ടും കുറച്ചുകൊണ്ട് വന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ശരിയായ മർമ്മപ്രയോഗങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. നേരിട്ട് ഒരിക്കലും സാധ്യമല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. എങ്ങനെയാണത് ഫോക്കസ് ചെയ്യുന്നത്? ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഒരാളുടെ ബോഡിയിൽ നമ്മളൊരു പാർട്ടിലൊരു അടയാളം ഇട്ടിട്ട് അയാൾ മൂവ് ചെയ്യുന്നൊരു അവസ്ഥയിൽ നമുക്കിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്ന് നേരിട്ട് പരീക്ഷിച്ചറിയാം. നേരെ വീഡിയോയിലേക്ക്. ഞാൻ ഡോക്ടർ ഹരീഷ് അമ്പക്കര, പ്രാക്ടിക്കൽ മാർഷൽ ആർട്സിന്റെ ഏറ്റവും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ പണ്ടൊക്കെ നമ്മുടെ ഈ ഗുരുകുലങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്തെ നമുക്കറിയാം, ഇതുപോലുള്ള കളികളായിട്ട് ഇവരെ പഠിപ്പിക്കുമായിരുന്നു. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മളിപ്പോ ഇത് നമ്മൾ ഈ തൊട്ടാൽ തൊടിയിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സ്കൂളിൽ കളിച്ചിരുന്ന കളിയാണ്. ഈ ആനയ്ക്ക് വാൽവര അതൊക്കെ വല്ലാത്തൊരു ബോധം. അതായത് ഇപ്പോൾ ഒരു ആനയ്ക്ക് വാൽവര, ആനയെ വരച്ചവിടെ വെച്ചിട്ടുണ്ട്. വെച്ച് കഴിഞ്ഞാൽ അവന്റെ മനസ്സിൽ ആന പതിയും. കഴിഞ്ഞ് കണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരിടത്ത് കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ അവനൊരു കൺമതി എന്നാണ് പറയണത്. കൺമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഊഹിച്ച് അവിടെ വാല് വരയ്ക്കാൻ പറ്റുക. ഇതൊക്കെ ചെറിയ കളികളായിട്ടാണ് പണ്ട് കളിച്ചിരുന്നെങ്കിലും ഇന്നത്തെ ഗെയിമിനേക്കാളൊക്കെ ഒരുപാട് ബുദ്ധി ഉപയോഗിക്കാനും
ഗുണപ്പെടുന്ന ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ സുന്ദരിക്ക് പൊട്ടുകുത്തെന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണിനെ വരച്ചു വയ്ക്കും, അവൻ സങ്കല്പിക്കും കണ്ണ് കെട്ടും, നേരെ പോയിട്ട് അവിടെ നെറ്റിയിൽ ആ പൊട്ട് കൃത്യമായിട്ട് കുത്തണം. ഇതൊക്കെ ബേസിക്കലി പണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചതിന്റെ കാര്യം മനസ്സിലായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഒരു കൈ പുറകിൽ കെട്ടിട്ട് നമ്മൾ ചാടി മറ്റേ ആളുടെ തലയിൽ തൊടുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉച്ചിവർമ്മത്തിലാണ് തൊടേണ്ടത്. അപ്പൊ ഉച്ചിവർമ്മത്തിൽ തൊടാതെ ഇരിക്കാനായിട്ട് മറ്റേ ആൾ ശ്രമിക്കും. അപ്പൊ അയാൾ ഒരു കൈ കെട്ടിയിട്ടായിരിക്കും ചാടി തൊടുന്നത്. അപ്പൊ ആ തൊടുന്ന സമയത്ത് ആ എയിം കിട്ടാനാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ തൊടുമ്പോൾ മറ്റേ ആൾക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതൊരു കളി പോലെയാണ് പണ്ട് കളിച്ചിരുന്നത്. അതിന് ഗണപതി കൈയെന്നും ഗണപതി കളി എന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ നാട്ടിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരു അബദ്ധം പറ്റി ഒരു കൈ ഒടിഞ്ഞു പോയാൽ പോലും മറ്റേ ആളെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു പരിശീലനം കൂടിയാണ്. അപ്പൊ അതൊന്ന് കാണിച്ചു തരാം, നേരെ ഒന്ന് കണ്ടു നോക്കുക. ഇത് നിസ്സാരമായ ഒരു കളിയായിട്ടാണ് നമ്മൾ കുട്ടിക്കാലത്ത് കളിച്ചിരുന്നെങ്കിലും ഞാൻ ഈ പറഞ്ഞതിന്റെ ഒരു സാങ്കത്യം യുക്തി നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇത് കുട്ടിക്കാലത്ത് കുഞ്ഞുങ്ങളെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. അവർക്ക് 2-3 സ്കില്ലുകളുണ്ട്. ഒന്നൊരു എയിം, എവിടെ ചെയ്യണം, ഉച്ചവർമ്മത്താണ് ചെയ്യേണ്ടത്, അപ്പൊ അവര് പഠിക്കും ചാടി തൊടാനൊക്കെ ഉള്ള കാര്യങ്ങൾ. പിന്നെ ജമ്പിങ് സ്കിൽ ഉണ്ടാവും നല്ലതായിട്ട്. പിടിയിട്ട് എങ്ങനെ എത്ര ഹൈറ്റിൽ പൊങ്ങും, അത് നല്ലതായിട്ട് പഠിക്കാനാണ് നല്ല ഹൈറ്റിൽ പൊങ്ങിയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ അവർക്ക് ആ ജമ്പിങ് സ്കിൽ കിട്ടും. അതുകൊണ്ട് തന്നെ അവരുടെ കഫ് മസില്, തൈസ് ഇതൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, കൈകൾക്ക് കൃത്യമായിട്ടുള്ള എയിം കിട്ടും, എത്ര ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് കുതിക്കാൻ പറ്റും. ഇങ്ങനെയുള്ളതൊക്കെ ഈ ചെറിയ ചെറിയ കളികളിൽ നമുക്ക് കിട്ടും. ഇനി നമ്മൾ പണ്ട് വേറൊരു കളി ഉണ്ടായിരുന്നു. അതായത് ഈ വാല് പറിക്കുക എന്ന് പറഞ്ഞിട്ട് കുരങ്ങന്റെ വാല് പോലെ പുറകിൽ ഒരു സംവിധാനം വെക്കും, എന്നിട്ട് അത് പറിച്ചെടുക്കുക എന്നുള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം. അതായത് ഒരാളുടെ പുറകിൽ ഇങ്ങനെ വാല് പോലൊരു സാധനം വെക്കും, അത് എടുക്കാൻ വേണ്ടിയിട്ട് പിടിച്ചു പറിക്കാൻ വേണ്ടി കുറച്ചേറെ പേര് വരും. അപ്പൊ അവരിൽ നിന്നെല്ലാം ഈ വാല് പോവാതെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു എന്റെ കാര്യം. അതിനകത്തൊരു കാര്യമുണ്ട്. കാരണം ഇതിനകത്ത് സംരക്ഷിക്കാമെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒരു ബാഗ് ഉണ്ട്. ഇപ്പൊ ഒരാളെ തട്ടിപ്പറിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? പുറകില് പെട്ടെന്ന് സ്ത്രീകളൊക്കെയാണ് പെട്ടെന്ന് ബാഗ് പുറകോട്ട് വയ്ക്കും. ആ പുറകിൽ ഒരു തട്ടിപ്പറിക്കാൻ ശ്രമിച്ചാലോ? അപ്പൊ അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ബാഗ് തട്ടിപ്പറിക്കാതിരിക്കാൻ വേണ്ടിയാണ് ശരിക്കും അന്ന് ആ കുട്ടികളെ അതിങ്ങനെ പരിശീലിപ്പിച്ചിരുന്നത്. നമുക്കതോടൊന്ന് കണ്ടു നോക്കാം. ഇതൊക്കെ നിസ്സാരമായി കളയണ്ട കേട്ടോ. അഭ്യാസം എന്ന് പറയാൻ തുടക്ക കളികളിൽ നിന്നായിരിക്കണം, പിന്നീട് അത് സീരിയസ് ആയി മാറുകയാണ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് ഇത് ഒരു വലിയ കാര്യമാണ്. ഇപ്പൊ ഇതേ വാലിന്റെ സ്ഥാനത്ത് ഒരു ബാഗ് ആണെങ്കിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതെല്ലാം കളികളാണ്. ഈ കളികളെല്ലാം കുട്ടിക്കാലത്ത് കുഞ്ഞുങ്ങളെ പരിശീലിപ്പിച്ചിട്ട് അവർ വളർന്നു വരുന്ന സമയത്ത് ഇങ്ങനൊന്നും തിരിച്ചു കൊടുത്താൽ എത്ര ഗുണകരമാവും. ഇങ്ങനെയുള്ള ഒരു കളി പോലും കളിക്കാതെ അല്ലെങ്കിൽ നമ്മളിതൊന്നും ശ്രദ്ധിക്കാതെ നേരെ മർമ്മ പഠിച്ച് സർട്ടിഫിക്കറ്റും ബെൽറ്റും കൊടുത്താലത്തെ അവസ്ഥ അതിലേക്ക് ഇതൊന്നും കളിച്ചു നോക്കണം. ഒരുപാട് നേരം കളിക്കാൻ പറ്റാതെ അതിനുള്ള സ്റ്റാമിനുള്ള കുട്ടികൾ ഇപ്പൊ ഇല്ല. കാരണം ഫുൾ ടൈം മൊബൈലിലും ടിവിയിലും ഒക്കെ ആയിരുന്നുകൊണ്ട് പഴയ കുട്ടികളുടെ ഒരു ആരോഗ്യമൊന്നും അവർക്കില്ല. ഇങ്ങനെയുള്ള കളികൾ ഒരുപാടുണ്ട്. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ഇതുമായൊക്കെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് അതിനകത്ത് ഇപ്പൊ കബഡി കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഒരാളാണ് കയറി ചെല്ലുന്നത്, അപ്പുറത്ത് 10-12 പേരുണ്ടാവും. അപ്പൊ അവർക്കിട്ട് അടിക്കാനുള്ള ഒരു വശമാണ് തൊടുക എന്ന് പറയുന്നത്. അവര് നമ്മുടെ കാലെ പിടിച്ച് അലക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് നമ്മുടെ സ്ഥലത്തേക്ക് പോരാനുള്ള ഒരു കളി കൂടിയാണ് കബഡി. ഇങ്ങനെ കളികളിലൂടെ ഇത് പഠിപ്പിക്കുകയാണെങ്കിൽ ഒരുപാട് രസകരമായിരിക്കും. അപ്പൊ അതിന് നമ്മൾ വേണ്ടത് വിശാലമായ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അതിനൊരു സീമകൾ, അതിർത്തികളൊന്നും നമ്മൾ നിർണ്ണയിക്കരുത്. മാർഷൽ ആർട്ടിന് വേണ്ടി എന്തും ഉപയോഗിച്ച് ശിഷ്യന്മാരെ മിടുക്കരാക്കുക എന്നുള്ളതായിരിക്കണം ഗുരുവിന്റെ ലക്ഷ്യം. അപ്പൊ ഇങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങൾ ഒരുപാട് ഉപയുക്തമാവുമെന്ന് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന്, അറിവിൽ നിന്ന് മനസ്സിലാക്കിയ കുറച്ചേറെ കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ കളികളും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഉന്മേഷമുള്ള കാര്യങ്ങളായിരിക്കും. അവർ ലക്ഷ്യബോധത്തിലേക്ക് വരും. നല്ല അഭ്യാസികൾ ഇറങ്ങുന്നത് സന്തോഷത്തോടെ കാണാനും കഴിയും. അങ്ങനെ ആയിരിക്കട്ടെ അടുത്തൊരു തലമുറ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ പുതിയൊരു അധ്യാപകനെ കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.